നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 172 172. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 172. ദ്വിതീയ സ്കന്ധത്തിൽ 6-ാം അധ്യായത്തിൽ 35-ാമത്തെ ശ്ലോകമാണെന്ന് പറയേണ്ടത്. സ അഹം സമാംനായം അയസ്തപോ മയാ പ്രജാപതീനാം അഭിവന്ധിതപതി ആസ്ഥായ യോഗം നിപുണം സമാഹിത തം ന അധ്യഗശ്ചം യദ ആത്മസംഭവാം. സ അഹം സമാപ്നായം അയസ്തപോ മയാ പ്രജാപതീനാം അഭിവന്ദിതപതി ആസ്ഥായ യോഗം നിപുണം സമാഹിതസ്തം ന അധ്യഗശ്ചം യദ ആത്മസംഭവാം. ഇതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ സകല ദേവസ്വരൂപനും തപസ്വരൂപനും പ്രജാപതികളാൽ ഭക്തിപൂർവം വന്ദിക്കപ്പെടുന്ന നാഥനുമായ ആ ഞാൻ സ അഹം, അവിടെ പ്രിൻ്റ് സോഹം എന്നാണ്, പക്ഷെ വായിക്കുക എങ്ങനെയാണ്? സ അഹം. അപ്പോൾ ആ ഞാൻ ഏകാന്ത മനസ്സോടുകൂടിയവനായിട്ട് സമർത്ഥമായിരിക്കുന്ന യോഗത്തെ, എന്താ യോഗം എന്ന് പറഞ്ഞാൽ ഒന്നായി ചേരുന്ന അർത്ഥം പറയാം. ഭക്തിപ്രഭാവം കൊണ്ട് ഭക്തൻ ഭഗവാനുമായിട്ട് ഒന്നായി ചേരുന്ന പ്രക്രിയയാണ് യോഗം. അപ്പോൾ നമ്മൾ ചുറ്റുവിളക്ക് കഴിക്കാൻ ആളുണ്ടാവില്ല. ചുറ്റുവിളക്ക് കഴിക്കുന്ന ആളിൽ നിന്ന് ഉപരി മേലെ പോകുന്നൊരവസ്ഥയാണ്. ഇതങ്ങനെയല്ല. 99 വയസ്സായാലും ചുറ്റുവിളക്കും വെളിച്ചപ്പാടും മേളും നിറമാലിയായിട്ട് കഴിയണം. അവിടെയാണ് പ്രശ്നം. അപ്പോൾ അനുഷ്ഠിച്ചിട്ടും, അതായത് സമർത്ഥമായിരിക്കുന്ന യോഗത്തെ അനുഷ്ഠിച്ചിട്ടും യാതൊരുവനിൽ നിന്ന് ഞാനുണ്ടായോ അവനെ അറിഞ്ഞിട്ടില്ല എന്നാ. ഈ അവനെ അറിയാതെ കണ്ടുള്ളൊരു ജീവിതമാണ് നമ്മളെ നട്ടം തിരിയണത്. നമ്മൾ താമസിക്കുന്നത് ഗുരുവായൂരമ്പലത്തിൻ്റെ ഠാവട്ടത്തിലാണ്, നാട്ടിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ ഠാവട്ടത്തിലാണ്. എന്നിട്ടും നമ്മൾ തെക്കൻ ഗുരുവായൂർക്ക് പോവും. തെക്കൻ ഗുരുവായൂരുള്ളവർ വടക്കൻ ഗുരുവായൂർ വരും. തെക്കും വടക്കും ഗുരുവായൂരുള്ളവർ അതായത് തിരുപ്പതി പോവും. തിരുപ്പതിയിലുള്ളവർ മഹാരാഷ്ട്രയിലുള്ള വിട്ടള്ള അവിടെ എത്തും. ഐ ആം സോ സോറി. അവരവരിലുള്ള ആ അവനെ അറിയണം. അവരവരിലുള്ള നിഗൂഢമായി കൂടസ്ഥനായി അന്തര്യാമിയായി സർവജീവ ഗുഹാശനായിട്ടിരിക്കുന്ന പരമ്പൊരുളിനെ അറിയാതെ കണ്ടുപോയാൽ ഇറ്റ് ഈസ് സോ ഹാംഫുൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഭാവാർത്ഥം, ആ ഞാൻ വേദമയനായിരുന്നിട്ടും തപസ് തന്നെ എൻ്റെ ശരീരമായിരുന്നിട്ടും കശ്യപാദി പ്രജാപതികളാൽ വന്ദിക്കപ്പെട്ടവനായിട്ടും അവർക്ക് ഞാൻ രക്ഷിതാവായിരുന്നിട്ടും അതിശ്രേഷ്ഠമായ യോഗത്തെ അഭ്യസിച്ചവനായിരുന്നിട്ടും സാവധാനമായ മനസ്സുള്ളവനായിരുന്നിട്ടും കൂടെ ഏതൊരു പുരുഷനിൽ നിന്ന് ഞാൻ ഉത്ഭവിച്ചുവോ ആ പുരുഷനെ ഞാൻ അറിയുന്നില്ല, പിന്നെ അന്യന്മാർ അറിയുന്നില്ലെന്ന് പറയണമോ? വാട്ടിട്ടുള്ളൂ. അടുത്ത ശ്ലോകം. നത അസ്മ്യഹം
തശരണം സമീയുഷാം ഭവശ്ചിദം സ്വസ്ത്യയനം സുമംഗളം യോ ഹി ആത്മാ മായാ വിഭവം नु പര്യഗാത് യഥാ നവസ്വാന്ധമദാചരേ കുതാം നദോ അസ്മ്യഹം തശ്ചരണം സമീയുഷാം ഭവശ്ചിദം സ്വസ്ത്യയനം സുമംഗളം യോ ഹി ആത്മമായാ വിഭവം नु പര്യഗാത് യഥാ നവസ്വാന്ധമതാ പരേ കുത. ഭക്തിപൂർവം ആശ്രയിക്കുന്നവരുടെ സംസാരത്തെ ഛേദിക്കുന്നതും കല്യാണകരവും, അതായത് സ്വസ്തിപ്രജാഭ്യാം പരിപാലയന്ത, കല്യാണകരവും പരമാനന്ദപ്രദവുമായ ആ ഭഗവാന്റെ പാദത്തെ ഞാൻ നമസ്കരിച്ചു. യാതൊരുവൻ കൂടി സ്വമായാവൈഭവത്തെ ആകാശം അതിൻ്റെ അവധി എന്ന പോലെ അറിഞ്ഞില്ലയോ, പിന്നെ മറ്റുള്ളവർ എങ്ങനെ അറിയും? പര്യഗാത് എന്ന പദത്തിലെ പരിക്ക് നിഷേധാർത്ഥം, അതൊരു ടെക്നിക്കാലിറ്റി. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. അപ്പോൾ എൻ്റെ ജന്മസ്ഥാനത്തെ അറിയാതിരുന്നപ്പോൾ ഞാൻ ആ ഭഗവത് ശരണാരവിന്ദത്തെ നമസ്കരിച്ചു. അപ്പോൾ ഒരുവിധം പ്രയാസപ്പെട്ട് ആ ഭഗവാനാണ് എൻ്റെ ജന്മസ്ഥാനമെന്നറിഞ്ഞു. നമസ്കാരം മാത്രത്താൽ എങ്ങനെ അറിവുണ്ടായി എന്ന് സംശയിക്കേണ്ട. ആ ചരണം എന്ന് പറഞ്ഞാൽ ആചരണത്തിനെന്ന് അർത്ഥം പറയാം. അല്ലെങ്കിൽ ഭഗവാന്റെ ചരണത്തിന് ജ്ഞാനത്തെ നൽകുവാൻ മാത്രമല്ല ശക്തിയുള്ളത്, പിന്നെ എന്തോ എല്ലാം തരാൻ ഉള്ള ശക്തിയുണ്ട്. ഭക്തിപൂർവം സേവിക്കുന്നവരുടെ ജനന മരണ പ്രവാഹ രൂപമായ സംസാരബന്ധത്തെ നശിപ്പിക്കുവാനും. ഇപ്പോൾ നമ്മൾ വീട് വേണം, വണ്ടി വേണം, ഭാര്യ വേണം, ഭർത്താവ് വേണം, മകൻ വേണം, മകൾ വേണം പറഞ്ഞൊക്കെ തരും. പക്ഷേ അദ്ദേഹം എന്ത് തരാൻ കഴിവുള്ളവനാ? പുനരഭിജനനം പുനരഭിമരണം ഇല്ലാത്തൊരവസ്ഥ തരാൻ കഴിവുള്ള ആളാണ്. അത് നമുക്കറിയില്ല. ഭാഗവതത്തിൽ പോയിട്ട് എന്താ നമ്മൾ ചോദിക്കണത്? കാലുമുട്ട് വേദന മാറണേ, അടുത്ത പ്രാവശ്യം ഞാൻ എന്താ ചെയ്യാം. അതിനുമെല്ലാം വൈദ്യരെ കണ്ടാൽ പോരെ. പക്ഷേ ഈ ലോകത്ത് ഒരു വൈദ്യരെ കണ്ടാലും, ഒരു MD-നെ കണ്ടാലും, ഒരു വക്കീലിനെ, ഒരു സുപ്രീം കോടതി ജഡ്ജിനെ, ചീഫ് ജസ്റ്റിസിനെ കണ്ടാലും പുനരഭിജനനം പുനരഭിമരണം ഇല്ലാത്തൊരവസ്ഥ തരാൻ ആർക്കും കഴിയില്ല. എക്സെപ്റ്റ് ദി ആൾമൈറ്റി ഹൂ ഇൻഡോൾസ് അസ്. നമ്മുടെ ഉള്ളിൽ കഴിയുന്ന ഭഗവാന് മാത്രമേ തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സംസാരബന്ധത്തെ നശിപ്പിക്കുവാനും ഇഹജന്മത്തിൽ ധനധാന്യപുത്രാദി കല്യാണകരങ്ങളായ വസ്തുക്കളുടെ സമൃദ്ധിയെ നൽകുവാനും കഴിവുണ്ട്. മരണാനന്തരം പരമാനന്ദ പദത്തിൽ നിന്ന് തന്നെ ഇരുത്തുവാനും ശക്തിയുണ്ട്. ഇതൊന്നും നമുക്കറിയണില്ല. അർത്ഥം അറിയാണ്ട് കുറേ നാരായണീയം ജപിച്ചതുകൊണ്ട് അല്ലെങ്കിൽ പാടിയതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ആ ഭഗവാന്റെ മായാഭൈഭവത്തെ ഭഗവാൻ തന്നെ അറിയുന്നില്ല എന്നാ, അത്രയുണ്ട്. അതുകൊണ്ട് സർവജ്ഞനല്ലെന്ന് സംശയിക്കുകയും വേണ്ട. അപ്പോൾ ഭഗവാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ സർവജ്ഞനല്ല എന്ന് പറയരുത്, അത് തെറ്റാണ്. അപരിച്ഛിന്നമായ ആകാശം അതിൻ്റെ പരിധിയെ അറിയുമോ? ഇല്ല, പരിധിയില്ല. അതന്നെ ആകാശം എന്നുള്ളത് അതൊരു വ്യവഹാര ഭാഷ മാത്രമാണ്. ആക്ച്വലി ഇറ്റ് ഈസ് എ എന്താ പറയാ, മിസ്റ്റ്, അത്രേ ഉള്ളൂ. അവധിയില്ലാതിരിക്കെ എങ്ങനെയാണ് അവധിയെ അറിയുക? അന്യന്മാർ ഭഗവൻ മഹിമയെ അറിഞ്ഞുവെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ അറിവില്ലായ്മയെ തന്നെയാണ് പ്രകാശിപ്പിക്കുന്നത്. അപ്പോൾ ഈ പട്ടം പേരിൻ്റെ ഒപ്പം കൂട്ടണവർ ശ്രദ്ധിക്കണം. ബ്രഹ്മശ്രീ എന്ന് വയ്ക്കുമ്പോൾ ഭഗവാൻ പറയുന്നു എനിക്ക് തന്നെ എൻ്റെ വിഭൂതികളെ അറിയില്ല, അത് അപരിച്ഛിന്നാണെന്ന് പറയും.
അത് ആകാശം പോലെ പരിധിയില്ലാത്തതാണ്. ഈ ഒരു ശ്ലോകത്തിന് അർത്ഥം പറയണം, ബാധ്യതയുണ്ട് ആചാര്യന്മാർക്ക്. ഇത് മനസ്സിലാക്കി ആവശ്യമില്ലാത്ത പട്ടം വാങ്ങിക്കട്ടരുത്. അപ്പോൾ അറിവില്ലായ്മയെ തന്നെയാണ് പ്രകാശിപ്പിക്കുന്നത്. ഞാൻ ഈ ശ്ലോകങ്ങൾ കാണാൻ പാഠം പിടിക്കാറില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ ആ ശ്ലോകാർത്ഥങ്ങൾ മനസ്സിലാക്കിയിരുന്നേ, പിന്നെന്താ. അതുകൊണ്ട് ഞാൻ സംവാദത്തിന് പോകുന്നില്ല. എനിക്കെന്താ ആവശ്യം? ആരോടെ സംവദിക്കണത്? സജ്ജനങ്ങളോട് സംവദിക്കാം. അർത്ഥശ്ലോകം 37. ന അഹം ന യൂയം യദൃതാം ഗതിം വിദുർന വാമദേവ കിമുദാ പരേസുരാഃ യന്മായയാ മോഹിതബുദ്ധയസ്വിദം വിനിർമിതം സ്വാത്മസമം വിജക്ഷ്മഹേ. ന അഹം ന യൂയം യദൃതാം ഗതിം വിദുർന വാമദേവ കിമുദാ പരേസുരാഃ യന്മായയാ മോഹിതബുദ്ധയസ്ത്വിദം വിനിർമിതം സ്വാത്മസമം വിജക്ഷ്മഹേ. ഞാനും നിങ്ങളും വാമദേവനും യാതൊരുവൻ്റെ മായാശക്തിയാൽ മോഹിക്കപ്പെട്ട ബുദ്ധിയോടുകൂടിയവരായിട്ട്, ഭഗവാന്റെ മോഹിക്കപ്പെട്ട ബുദ്ധിയോട് കൂടിയിട്ടുള്ളവരാണ് ഗാനഗോകുലം അല്ലെങ്കിലും എന്താണ് പറയുക, ഭാഗവത സുകുമാര എന്തൊക്കെ പറയും അല്ലേ, ശ്രീവത്സം പേരേ ഭാഗവത ശ്രീവത്സം. അപ്പോൾ ബുദ്ധിയോടുകൂടിയവരായിട്ട്, മോഹിക്കപ്പെട്ട ബുദ്ധിയോടുകൂടിയവരായിട്ട് യാതൊരുവൻ്റെ പരമാർത്ഥ സ്വരൂപത്തെ അറിയുന്നില്ല. എത്ര സപ്താഹവേദിയിൽ ഈശ്വരൻ്റെ ഡെൻസിറ്റി, ബാലാഗ്രശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ എന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട്. ചോദിച്ചു നോക്കൂ ജസ്റ്റ്. അപ്പോൾ വിവിധ സ്വരൂപത്തിൽ നിർമ്മിക്കപ്പെട്ട വിശ്വത്തെ അവരവരുടെ ബുദ്ധിക്ക് അനുരൂപമായിട്ട് നമ്മൾ കാണുന്നു, അത്രയേ ഉള്ളൂ. അതിനും അങ്ങേപ്പുറത്ത് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണില്ല. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ഭഗവൻ മായാസ്വരൂപത്തെ അറിയുന്നില്ലെന്ന് പറഞ്ഞ ശേഷം ഭഗവാന്റെ സ്വരൂപത്തെയും അറിയുന്നില്ലെന്ന് കാണിക്കുന്നു. സൃഷ്ടികർത്താവായ ഞാനും എൻ്റെ അംഗസമുദ്ഭവന്മാരും സനകാദികളുമായി നിങ്ങളും എന്നു വേണ്ട സാക്ഷാൽ പരമേശ്വരനും യാതൊരുവൻ്റെ പരമാർത്ഥ സ്വരൂപം അറിയുന്നവരല്ല. എന്തുകൊണ്ടെന്നാൽ ഭഗവന്മായ നമ്മളുടെ ബുദ്ധിയെ മോഹിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഭഗവാന്റെ സ്വരൂപത്തെ അറിയുന്നില്ലെന്നു മാത്രമല്ല, ദേവമനുഷ്യ തിര്യഗാതി രൂപേണ ബഹുവിധത്തിൽ ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്ന ഈ വിശ്വത്തെ തന്നെ പ്രത്യക്ഷമായി കാണുന്നുണ്ടെങ്കിൽ കൂടെ നമ്മളുടെ ബുദ്ധിക്ക് അനുസരിച്ച വിധത്തിലേ അറിയുന്നുള്ളൂ. ഓരോരുത്തരുടെയും ബുദ്ധിക്കനുസരിച്ച വിധത്തിലേ അറിയുന്നുള്ളൂ. ജ്ഞാനികളും ഈശ്വരന്മാരുമാണെന്ന് അഭിമാനിക്കുന്ന നമ്മളുടെ കഥ തന്നെ ഇപ്രകാരമായിരിക്കെ നമ്മളിൽ നിന്ന് എത്രയോ താണവരായ അന്യന്മാർ ഭഗവത് സ്വരൂപത്തെ അറിയുന്നില്ലെന്ന് പിന്നെ പറയണമോ എന്ന് സാരം. ഈ ദ്വിതീയ സ്കന്ധത്തിൽ ഈ 6-ാം അധ്യായം വളരെ ശ്രദ്ധിക്കേണ്ടതാ. അടുത്തത്, യസ്യാവതാര കർമാണി ഗായന്തി ഹി അസ്മദാദയാം നയം വിദന്തി തത്വേന തസ്മൈ ഭഗവതേ നമാം. ഒരു മിനിറ്റ്. അസ്മാദാദയ ഹി അസ്മാദാദയാന്ന. യസ്യാവതാര കർമാണി ഗായന്തി ഹി അസ്മദാദയ നയം വിദന്തി തത്വേന തസ്മൈ ഭഗവതേ നമാം. യാതൊരുവൻ്റെ അവതാരങ്ങളെയും കർമ്മങ്ങളെയും
ഞങ്ങളെപ്പോലെയുള്ളവർ കീർത്തിക്കുന്നു. യാതൊരുവനെ ശരിയായിട്ട് അറിയുന്നില്ല. ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ഭാഗികമായി മാത്രം അറിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ബ്രഹ്മശ്രീ വെച്ച് തുള്ളണത്. അത് ശരിയല്ല എന്നാണ് പറഞ്ഞത്. പ്രൊഫസയോ ഇനി അതിൻ്റെ ഭാവാർത്ഥം, ഭഗവത് സ്വരൂപത്തെ അറിയാതെ മുക്തിയില്ല. ഭഗവത് സ്വരൂപം, അപ്പോൾ മുക്തി ആർക്കാണുള്ളത്? ഭഗവത് സ്വരൂപത്തെ അറിഞ്ഞു എന്ന് നടിക്കാന്നല്ലാണ്ട് അറിയണില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, അധികാര പുരുഷന്മാരും ഈശ്വരന്മാരുമായി നിങ്ങൾ കൂടെ അറിയുന്നില്ലെങ്കിൽ അധികാര കാലാവസരത്തിൽ മുക്തി എങ്ങനെ സിദ്ധിക്കുമെന്നുള്ള ശങ്കയ്ക്ക് സമാധാനമായിട്ട്, പരമാർത്ഥത്തിൽ അറിയുന്നില്ലെങ്കിലും ഭഗവാന്റെ അവതാരങ്ങളെയും ചരിതങ്ങളെയും കീർത്തിക്കുന്നതിലുള്ള ഭക്തി കൊണ്ട് ഞങ്ങൾക്ക് മുക്തി സിദ്ധിക്കുമെന്ന് അറിയിപ്പിക്കുന്നു. യാതൊരു ഭഗവാന്റെ സൂക്ഷ്മ സ്വരൂപത്തെ ഞങ്ങൾ അറിയുന്നില്ലയോ, ആ ഭഗവാന്റെ അവതാര ചരിതങ്ങളെ ഞാനും എന്നെപ്പോലെയുള്ള അധികാര പുരുഷന്മാരും കീർത്തിക്കുന്നു. ഞങ്ങളുടെ ആ ഭക്തിയുടെ ഫലമായിട്ട് ഞങ്ങളെ സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മുക്തിയെ നൽകുന്ന ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ഒരു കൺസെഷൻ തന്നിട്ടുണ്ട്, പക്ഷേ അത് ദുരുപയോഗപ്പെടുത്തരുത്. കൺസെഷൻ ദുരുപയോഗപ്പെടുത്താനുള്ളതല്ല. അപ്പോൾ അടുത്തത് 39ാമത്തെ ശ്ലോകം. സയേഷ ആദ്യ പുരുഷകൽപ്പേ കൽപ്പേ സൃജത്യജ ആത്മാ ആത്മന്യ ആത്മനാ ആത്മാനം സംയശ്ചതി ചപാതി ച. സയേഷ ആദ്യ പുരുഷ കൽപ്പേ കൽപ്പേ സൃജത്യജ ആത്മാ ആത്മന്യാത്മനാ ആത്മാനം സംയശ്ചതി ചപാതി ച. അവിടെ ജന്മാതിരഹിതനും ആദിയിലുള്ളവനുമായ അജ ആദ്യ സയേഷ, ആ വാക്കങ്ങനെയാണ്, ആദ്യ സയേഷ പുരുഷ. ജന്മാതിരഹിതനും ആദിയിലുള്ളവനുമായ ഈ പുരുഷൻ കൽപ്പേ കൽപ്പം തോറും സ്വയമേവ ആത്മാവ് കൊണ്ട് തന്നെ തന്നെ ആത്മാവിൽ സൃഷ്ടിക്കുന്നു. ആത്മാവിൽ സൃഷ്ടിച്ചു. എന്നിട്ടോ രക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു. ഭഗവാൻ തന്നെ സൃഷ്ടിക്കണു, പരിചരിക്കണു, ലയിപ്പിക്കണം. ആദിയിലുള്ളവനും ജന്മമില്ലാത്തവനുമായ ആ പുരുഷൻ ഓരോ കൽപ്പത്തിലും തന്നെ തന്നെ ബഹുസ്വരൂപമാക്കിയിട്ട് ലോകങ്ങളുടെ കർത്താവും സാധനവും അധിഷ്ഠാനവുമായി വർത്തിച്ച് സ്വയം സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു. ഇനി 40ഉം 41ഉം കൂടിയിട്ടാണ് ഒപ്പം പോവുക. അതെങ്ങനെയാണ്? വിശുദ്ധം കേവലം ജ്ഞാനം പ്രത്യക് സമ്യഗവസ്ഥിതം സത്യം പൂർണ്ണം അനാദ്യന്തം നിർഗുണം നിത്യമദ്വയം. വളരെ ശ്രദ്ധിക്കേണ്ട ശ്ലോകങ്ങളാണ്. ഋഷേ വിദന്തി മുനയ പ്രശാന്താത്മേന്ദ്രിയാശയാ യഥാ തദൈവാസത്തർക്കൈ സ്ഥിരോ ധീയേത വിപ്ലുതം. വിശുദ്ധം കേവലം ജ്ഞാനം പ്രത്യക് സമ്യഗവസ്ഥിതം സത്യം പൂർണ്ണമനാദ്യന്തം നിർഗുണം നിത്യമദ്വയം. ഋഷേ വിദന്തി മുനയ പ്രശാന്താത്മേന്ദ്രിയാശയായ ദൈവാസത്തർക്കൈ സ്ഥിരോ ധീയേത വിപ്ലുതം. അതിൻ്റെ വാക്കാർത്ഥം ശ്രദ്ധിക്കുക ആദ്യം. മായാസംബന്ധമില്ലാത്തതും ഏകവും അറിവാകുന്ന സ്വരൂപത്തോടു കൂടിയതും. ജ്ഞാനം അറിവാകുന്ന സ്വരൂപത്തോടു കൂടിയിട്ടുള്ളത്. അപ്പോൾ ഈ വാക്കാർത്ഥം ഭാവാർത്ഥം അറിയാണ്ട് എങ്ങനെ ഭാഗവതം പഠിച്ചു എന്ന് പറയാം. ഇപ്പോൾ ഭാഗവത സത്രങ്ങളിലൊക്കെ ആൾക്കാർ മെമ്പർഷിപ്പ് എടുത്ത് ഓടിപ്പിടിച്ച് പാരായണം കാലത്ത് 2:30 മണി മുതൽ പ്രഭാഷണം, അങ്ങനെ ഓരോരുത്തർ വർണ്ണിക്കണ കണ്ടാൽ സങ്കടം തോന്നും. എന്തിനാ സങ്കടം തോന്നണത്?
അറിവാകുന്ന സ്വരൂപത്തോടു കൂടിയ ഭഗവാനെ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട്. സർവത്തിൻ്റെയും ആന്തരമായിരിക്കുന്നതും കാലത്രയത്തിലും ബാധയില്ലാതിരിക്കുന്നതും പരമാർത്ഥമായിട്ടുള്ളതും ഗുണങ്ങളെ അതിക്രമിച്ചിരിക്കുന്നവനും, അതായത് നിർഗുണം എന്നർത്ഥം, നാശമില്ലാത്തതും രണ്ടാമത്തേതോടുകൂടാത്തതുമായ തത്വത്തെ, അദ്വൈതമാണ് സത്യം. ഋഷേ വിദന്തി മുനയ പ്രശാന്ത ആത്മേന്ദ്രിയാശയാ എന്നാണ്. നിത്യം അദ്വയം, നിർഗുണം നിത്യം അദ്വയം എന്നാ. ആ അദ്വയം എന്നുള്ളതിനാണ് രണ്ടെന്നില്ലാത്തത്, ഒന്നേ ഉള്ളൂ ഭഗവാൻ. വടക്കൻ ഗുരുവായൂർ തെക്കൻ ഗുരുവായൂർ നമ്മളിട്ടതാ. തത്വത്തെ പ്രകർഷേണ അടങ്ങിയിരിക്കുന്ന ദേഹം, ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നിവയോടുകൂടിയ മുനിമാർ, അല്ലയോ നാരദ, അറിയുന്നു. അപ്പോൾ എപ്പോൾ കുതർക്കങ്ങളാൽ ബുദ്ധി ആകുലിതയായിരിക്കുന്നുവോ അപ്പോൾ മറയുകയും ചെയ്യുന്നു. എപ്പോൾ നമ്മൾക്ക് കാമക്രോധ മത മത്സര ലോഭ ഭയം ഉള്ളിൽ വരുന്നു ഒരു തലനാരഴ സമയത്തിന്, അപ്പോൾ ആകുലിതയായി ബുദ്ധി ആകുലതയായി എന്നാണ്. അപ്പോൾ ഇപ്പോൾ അടുത്ത് ഗുരുവായൂർ ഏകാദശിക്ക് കാലാകാലമായിട്ട് നടത്തി വരുന്ന ഉദയാസ്തമന പൂജ വേണ്ടാന്ന് ക്ഷേത്രതന്ത്രി. ഭക്തന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത്ര കാലം ഭക്തന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടായതിൻ്റെ പരിഹാരം എന്താ? കുന്നംകുളത്തിലെ പ്രഗത്ഭനായ വസ്തുവിദ്യയുടെ അല്ലെങ്കിൽ ജ്യോതിഷത്തിൻ്റെ അഗ്രഗണ്യനായ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് അദ്ദേഹം പറഞ്ഞു ചെയ്തത് തെറ്റാണെന്നുള്ളത്. ഒരു സാധാരണക്കാരൻ ഏതാ ശരി പറയാം? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സമവായമില്ല, നമ്മൾക്ക് സമവായം വരില്ല. കാരണം എന്താ? ഓരോരുത്തരുടെയും ബുദ്ധിക്കനുസരിച്ചിട്ടാണ് ഈശ്വരനെ ക്രയവിക്രയം ചെയ്യുന്നത്. കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ഞാൻ അദ്ദേഹത്തിനെ നേരിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ബോംബെ പോവായ് IIT പോവായിലുള്ള അയ്യപ്പ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ പ്രവർത്തന സമയത്ത്, അതായത് അതിൻ്റെ ഇൻബിൽറ്റ്, അതിൻ്റെ ക്ഷേത്ര നിർമ്മാണ സമയത്ത് നല്ലൊരാളാണ്. അപ്പോൾ ഇതൊക്കെ എന്താ പറയാൻ കാരണം വിചാരിച്ചാൽ, ഈ അറിവ് എന്നുള്ളത് 4 അന്ധന്മാർ ആനയെ തപ്പി അഭിപ്രായം പറയുന്ന പോലെയാണ്. ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു ഏതോ ഒരു ദൈവിക അന്തരീക്ഷം, അത് ഉദ്ഘാടനത്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ, അതങ്ങനെ വേണമല്ലോ അല്ലേ? അങ്ങനെയാണ്. ഇവിടെ ഉള്ളവരെ അങ്ങോട്ട് പോകണം. നീ എൻ്റെ പുറം ചൊറിയ, ഞാൻ തൻ്റെ പുറം ചൊറിയാം, അത്രേ ഉള്ളൂ, വേറെ ഒന്നും. അപ്പോൾ ആധ്യാത്മിക കാര്യങ്ങൾ ഭദ്രദീപം കൊളുത്തി പിന്നെ എന്താ പറയുക, ഉദ്ഘാടനം ചെയ്യേണ്ടവരാരാണ്? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു 10 വർഷത്തെ ജീവിത അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം ഞാൻ വെറുതെ കാട് കയറുന്നില്ല. ഏതായാലും, ഹേ നാരദ, പ്രസന്നമായ ദേഹം, ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നിവയോട് കൂടിയ മുനികൾ. അപ്പോൾ പ്രസന്നമായ ദേഹമാണെങ്കിൽ പ്രസന്നമായ മനസ്സാവണം. ദേഹത്തിനെ പറ്റി പരിഭ്രമമില്ലാണ്ടിരിക്കണം നമുക്ക്, അല്ലേ? ഇത് ജരാനരകൾ ബാധിച്ച് ചെതൽ വന്ന് പോകേണ്ടതാണ്.
അതിപ്പോൾ ഈ അലോപ്പതിയിൽ ഡെർമറ്റോളജി ഉണ്ടായതുകൊണ്ട് ശരീരം നശിക്കാതെ ഇരിക്കുമോ? ഇല്ല. അപ്പോൾ എന്നിവയോടുകൂടിയ മുനികൾ വിശുദ്ധവും നിർമ്മലവും ജ്ഞാനസ്വരൂപവും, മുനികൾ വിശുദ്ധവും നിർമ്മലവും ജ്ഞാനസ്വരൂപവും സ്വയം പ്രകാശവും സംശയാദിഭാവങ്ങളില്ലാത്തതും സ്ഥിരവും സത്യവും ആദ്യന്തമില്ലാത്തതും ഗുണങ്ങളെ അതിക്രമിച്ചതും നിത്യവും ദ്വൈതമില്ലാത്തതുമായ ബ്രഹ്മത്തെ അറിയുന്നു മുനീശ്വരന്മാർ. ഈ ബ്രഹ്മസ്വരൂപം അസജ്ജനങ്ങളുടെ തർക്കങ്ങളാൽ വ്യാപിക്കപ്പെടുമ്പോൾ മറിഞ്ഞിരിക്കുന്നതാകുന്നു. തർക്കം വന്നാൽ ചൈതന്യം മറിഞ്ഞു എന്നാ. തർക്കത്തിന് നിൽക്കരുത്. അസത്തുക്കളുടെ യുക്തികൾ കൊണ്ട് ബ്രഹ്മസ്വരൂപത്തെ അറിവാൻ കഴിയുകയില്ല. സത്തുക്കൾക്ക് തന്നെ ബുദ്ധിമുട്ടാണ്, പിന്നെ വേണ്ട അസത്തുക്കളുടെ കാര്യം. അപ്പോൾ അസത്തുക്കളുടെ യുക്തികൾ കൊണ്ട് ബ്രഹ്മസ്വരൂപത്തെ അറിയാൻ കഴിയുകയില്ല. മനസ്സിൻ്റെ പരിശുദ്ധിയെ അഭ്യസിച്ച് നിർമ്മലാന്തകരണന്മാരായ മഹർഷിമാർ, നിർമ്മലമായ അന്ധകരണത്തോടു കൂടിയവരായ മഹർഷിമാർക്ക് മാത്രമേ ബ്രഹ്മസ്വരൂപത്തെ അറിയുവാൻ കഴിയുകയുള്ളൂ എന്ന് സാരം. അതിലേക്ക് ഉയരണം, താഴരുത്. വെറുതെ പട്ടം കെട്ടിയിട്ട് നമ്മൾ നശിക്കാൻ പാടില്ല. 42 ആദ്യാവതാര അങ്ങനെ മതി. ആദ്യാവതാര പുരുഷപരസ്യ കാലസ്വഭാവ സദസന്മനശ്ച ദ്രവ്യം വികാരോ ഗുണ ഇന്ദ്രിയാണി വിരാട് സ്വരാട് സ്താസ്നു സത്. ഒരു മിനിറ്റ്, ഞാൻ തെറ്റണ്ട വിചാരിച്ചിട്ടാണ് ഒന്നുകൂടി പറഞ്ഞത്. സ്വരാട് 11 വിരാട് സ്വരാട് സ്താസ്നു ശരിയാണ്. സ്താസ്നു തന്നെ വരണം. സ്ഥാവരം എന്നർത്ഥം പറയും ചരിഷ്ണു. അപ്പോൾ ആദ്യോവതാര പുരുഷ പരസ്യ കാലസ്വഭാവ സദസന്മനശ്ച ദ്രവ്യം വികാരോ ഗുണ ഇന്ദ്രിയാണി വിരാട് സ്വരാട് സ്താസ്നു ചരിഷ്ണു ഭൂമ്ന. സർവവ്യാപിയായ പരൻ്റെ ആദ്യമായ അവതാരം വിരാട് പുരുഷൻ. കാലവും സ്വഭാവവും സ്ഥൂലവും സൂക്ഷ്മവും മഹത്തത്വവും പൃഥിവ്യാദി പദാർത്ഥവും അഹങ്കാരവും സത്വാദി ഗുണവും 11 ഇന്ദ്രിയങ്ങളും, അത് മനസ്സും കൂട്ടിയിട്ട്, അല്ലെങ്കിൽ 14 കൂട്ടുക. 11 ഇന്ദ്രിയങ്ങളും ബ്രഹ്മാണ്ഡ സ്വരൂപമായ ദേഹവും. ഈ ശരീരം എന്താണെന്നാണ് പറഞ്ഞത്? ബ്രഹ്മാണ്ഡ സ്വരൂപം. ഇത് മറക്കരുത്. ബ്രഹ്മാണ്ഡ സ്വരൂപമായ ദേഹം. ആ ദേഹത്തിനെയാണ് ഭർത്താവ് എന്ന് പറയുന്ന ഒരാൾ കുത്തുന്നത്. ഭാര്യ തീ കൊളുത്തി ഭർത്താവിൻ്റെ ബ്രഹ്മാണ്ഡ സ്വരൂപമെന്ന ശരീരത്തെ ഇല്ലായ്മ ചെയ്യുന്നത്. മകൻ കമ്പിപ്പാര കൊണ്ട് ടീം തലയ്ക്ക് അടിച്ചു അച്ഛൻ്റെ. അപ്പം എന്തായി? ആ ബ്രഹ്മാണ്ഡ സ്വരൂപത്തെ ശരീരത്തിൽ നശിപ്പിക്കാം. വിവാഹം കഴിയാണ്ട ഗർഭിണിയായിട്ട് പ്രസവിച്ച് ആ കുട്ടീനെ ഞെരിച്ച് കൊന്ന് മണ്ണിൽ പുതുപ്പിച്ച് മുകളിൽ കോൺക്രീറ്റ് ചെയ്യണം. അപ്പോഴും ബ്രഹ്മാണ്ഡ സ്വരൂപമായ ദേഹഹത്യാണ്. ഇത് വല്ലവരും മനസ്സിലാക്കാറുണ്ടോ? എനിക്കറിയില്ല. എനിക്കത്ര ബുദ്ധിയില്ല. ഇതെല്ലാം മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാണ്ട് എനിക്ക്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനെ അഭിമാനിക്കുന്ന സമഷ്ടി ജീവനും സ്ഥാവരവും ജംഗമവുമാകുന്നു എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ എന്താ പറയുക, ഭാവാർത്ഥം പറയണു. എങ്ങും വ്യാപിച്ചിരിക്കുന്ന പരമാത്മാവിൻ്റെ ആദ്യാവതാരമാകുന്നു പുരുഷൻ. അതായത് നമ്മുടെ ജീവൻ, പരമാത്മ ചൈതന്യം. ഈ പുരുഷൻ തന്നെ കാലസ്വരൂപൻ. കാലത്തിന് വഴിപ്പെട്ട് ശരീരത്തെ നശിപ്പിക്കുന്നതാരാ? കാലസ്വരൂപൻ, പുരുഷൻ തന്നെ. കാര്യകാരണ സ്വരൂപമായ പ്രകൃതിയുള്ളവനും സ്വഭാവമുള്ളവനും ഈ പുരുഷൻ തന്നെ. മനസ്സ് മുതലായവയുടെ കാര്യങ്ങളായ ഗുണാവതാരങ്ങളുടെയും
മഹാഭൂതങ്ങളുടെയും അഹങ്കാരത്തിൻ്റെയും സത്വാദി ഗുണങ്ങളുടെയും 11 ഇന്ദ്രിയങ്ങളുടെയും സമഷ്ടിദേഹത്തിൻ്റെയും വെഷ്ടിദേഹത്തിൻ്റെയും പൃഥിവ്യാദി ഭൂതങ്ങളുടെയും അഹങ്കാരത്തിൻ്റെയും സ്വരൂപമായിരിക്കുന്നത് സർവത്ര നിറഞ്ഞിരിക്കുന്ന ഈ പുരുഷൻ തന്നെ എന്ന് പറഞ്ഞു. അവിടെ നിർത്താം. ഇനി 1, 2, 3, 4, 5 ശ്ലോകമുണ്ട് ഈ അധ്യായത്തിൽ. അത് അടുത്ത ദിവസം പറയാം. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ. അവരവർ ചെയ്യുന്ന ഗുണദോഷ സമ്മിശ്രമായ കർമ്മങ്ങൾക്കനുസരിച്ച് മാത്രമേ കിട്ടൂ എന്ന സത്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ നിത്യപ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ കാണാം.